എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റുമാനൂരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ വണ്ടിയൊക്കെ ലോഡൊക്കെ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ട്രിപ്പിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ട്രിപ്പ് നമ്മൾ അപ്പനും മക്കളോടാണ് വന്നത്. അതെ, അപ്പം അടിപൊളി ട്രിപ്പാക്കണം നമുക്ക്. അമ്മയില്ലാത്ത ആദ്യത്തെ ട്രിപ്പ്. അതെ, അമ്മ വരാതുള്ള നമ്മൾ തന്നെ പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ്. അപ്പം നമുക്ക് താർക്കണം, തകർക്കും. അതെ, ലോഡ് കയറ്റി കൊണ്ടുവന്നിട്ടു. ബാക്കി സ്പ്രേ പേപ്പറുകളെല്ലാം എന്ത് ബില്ലും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബില്ലും തൂക്കച്ചിട്ടും എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ രണ്ടുപേരും അലമ്പൊന്നും ഉണ്ടാക്കാതെ മെഡിക്കലായിട്ട് പോയിട്ട് വരിക. 3 പേര് അലമ്പുണ്ടാക്കാതെ. എനിക്ക് റെസ്റ്റ് ആണ്, ദൈവത്തെ ഓർത്ത് വഴിക്ക് എന്നെ വിളിക്കല്ലേ. ഇതിനു മുന്നേ നമ്മൾ എന്നാ സാരി എടുത്ത് വണ്ടി ഓടിച്ചേ? ഓണത്തിന്. ഓണത്തിനെങ്ങാണ്ട, വർഷം എന്തായാലും ഒന്ന് കഴിഞ്ഞു. ഒന്നല്ല, രണ്ടായി. പോട്ടെ 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 പോട്ടെ, നേരെ പോട്ടെ. ലോഡുള്ളതുകൊണ്ട് ഈ വഴി കയറിപ്പോയില്ല, റിവേഴ്സ് പോയിട്ട് അതിലെ ഇറങ്ങി മെൻസി റോഡിലേക്ക് കയറാം. ഇതെല്ലാം ചെറിയ വഴികളാണ്, അതുകൊണ്ട് ഇച്ചിരി പാടാണ്. മെൻസി റോഡിൽ കയറുന്നിടം വരെ ഇച്ചിരി ചെറിയ വഴിയാണ്. കാര്യം അധികം ദൂരമൊന്നുമില്ല, ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. വഴി നിറഞ്ഞ് നമ്മൾ പൊക്കോണ്ടിരിക്കുക. അതെ, നല്ല വെയില്, എന്നാ ചൂടാ. മഴ പെയ്യേണ്ട സമയം. ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ നമ്മൾ ഇറങ്ങുമ്പോ ഒക്കെ നല്ല മഴ പെയ്യുമായിരിക്കും. ഞാനും അങ്ങനെ ഓർത്ത്. ഇടയ്ക്കൊന്ന് മഴ ചാറിയായിരുന്നു, പക്ഷെ അത് മാറി. നമ്മളങ്ങനെ കോട്ടയത്ത് നിന്ന് ലോഡും കൊണ്ട് വളരെ കുറവല്ലേ പോന്നേ. മിക്കവാറും വേറെ എവിടുന്നേലും ആയിരിക്കുമല്ലോ ലോഡ് കയറ്റുന്നത് സാധാരണ. പ്രാവശ്യം പതിവിന് വിപരീതമായിട്ട് കോട്ടയത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ ലോഡ്. അപ്പം നമ്മൾ വന്ന് MC റോഡിൽ കയറി. വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ 3 പേരും കേരള ഡ്രസ്സാണ്. പക്ഷെ പൊന്നോന്റെ കേരള ഡ്രസ്സ് ഒരു ശകലം ഡ്രസ്സേ ഉണ്ട്, മോഡേൺ ആയി പോയി ഇച്ചിരി. എനിക്ക് കേരള ഡ്രസ്സൊക്കെ കുറച്ച് കുറവാണ്. അത് തന്നെയല്ലേ, വേറെ ഇല്ലായിരുന്നു. പെട്ടെന്നായിരുന്നല്ലോ തീരുമാനം. അതെ, എനിക്ക് സാരിയൊക്കെ കുറവാണ്, ചേച്ചാണ് സാരി എടുക്കുന്നത്. ഇത് അമ്മയുടെ സാരിയാ. അപ്പൊ അതുകൊണ്ട് ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ മെയിൻ ഡ്രൈവർ, അതായത് ജലജ ട്രീറ്റ്മെന്റിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരുടെ പോകാൻ പ്ലാൻ ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ ടൗണിലെത്തി. ഇത്രയും ദിവസേ ഓടിച്ച വണ്ടികൾ പോലെ അല്ലല്ലോ, ഞാനത് മറന്നുപോയി. അപ്പൊ അങ്ങനെ മാറി മാറി ഓടിക്കുമ്പം ഏത് വണ്ടി എടുത്ത് മാറി ഓടിച്ചാലും ഒരു വ്യത്യസ്തത തോന്നുകയില്ല, സ്ഥിരം മാറി മാറി ഓടിച്ചു കഴിയുമ്പോൾ. പക്ഷെ ചില സമയത്ത് വ്യത്യസ്തത തോന്നും. സാധാരണ നമ്മൾ ഇവിടുന്ന് നേരെ മൂവാറ്റുപുഴ പോയാ പോകുന്നത്, അല്ലെ എറണാകുളം ചെന്നാ പോകുന്നത്. നമ്മൾ പക്ഷേ ഇന്ന് വ്യത്യസ്തമായിട്ട് പാല വഴിയാണ് പോകുന്നത്. റൈറ്റിലേക്ക് തിരിഞ്ഞു നേരെ പാല ചെന്ന് തൊടുപുഴ വഴിയും തൊടുപുഴ മൂവാറ്റുപുഴ തൃശ്ശൂർ അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂരിൽ നിന്ന് പാല റൂട്ടിലേക്ക് കയറി. ആറാട്ട് എതിരേൽപ്പ് മണ്ഡപം, ഏറ്റുമാനൂരപ്പൻ ആറാട്ട് കഴിഞ്ഞ് വരുമ്പം ഇവിടെ വെച്ചാണ് എതിരേറ്റ് ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ഏറ്റുമാനൂർ ബൈപ്പാസാണ് ഇത്, മണർകാട് ബൈപ്പാസ്. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസാണ്. റൈറ്റിലേക്ക് പോയാൽ മണർകാട്, ലെഫ്റ്റിലേക്ക് പോയാൽ അങ്കമാലി, മൂവാറ്റുപുഴ, എറണാകുളം ഒക്കെ പോവാം. നമുക്ക് നേരെ പോവാം. നമ്മളെ ഇത്ര ദിവസം കാരവാനിലായിരുന്നു യാത്ര. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് ഓടിക്കുമ്പോണ്ട് കാല് കൊടുത്തിട്ട് വണ്ടി നീങ്ങുന്നില്ല. നീങ്ങുന്നില്ല. ഞാനിത് ആലോചിച്ച എന്താ ഇപ്പൊ അവിടെ തന്നെ നമ്മള് ചവിട്ടിട്ട് ഇതെന്താ പതുക്കെ പോകുന്നില്ലല്ലോ എന്ന് ഞാൻ ആഞ്ഞു ചവിട്ട് ആക്സിഡന്റ്. ഇതിപ്പോ ഇത് കുറച്ച് ഓടിച്ചു കഴിയുമ്പോ അതിപ്പോ ശരിയാവും, ഒരു വിഷയമില്ല. പണ്ട് ജീപ്പൊക്കെ ഓടിച്ചോണ്ട് നടന്ന കാലത്ത് എപ്പോഴും മുണ്ടായിരുന്നു കൊടുത്തിരുന്നേ. പിന്നെ ഇപ്പൊ ബോംബെക്കും പൂനെക്കൊക്കെ ഇങ്ങനെ ലോറിയെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ അങ്ങോട്ടൊന്നും ആരും അങ്ങനെ മുണ്ടെടുത്ത്, അത് തന്നെയല്ല മുണ്ടെടുത്തോണ്ട് പോകാൻ അസൗകര്യമാണല്ലോ. പാൻ്റാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അതന്നെ വെള്ളമുണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റുന്ന സാധനമല്ല. അപ്പൊ അതുകൊണ്ട് മുണ്ടെടുത്ത് എടുക്കാൻ വലിയ പാടാ. സ്ഥിരം പാൻറ്റിട്ട് ഇന്നലെ ലോഡ് കയറ്റിക്കൊണ്ട് വന്നാ ആകാശ പോയി ലോഡ് കയറ്റിയേ. അപ്പം കയറ്റുന്നിടത്ത് പോകണമെന്ന് ഓർത്ത് പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം പോയിച്ച് വരാനെല്ലാം നമ്മൾ താമസിച്ചുകൊണ്ട് പിന്നെ വണ്ടി ലോഡ് കയറ്റിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ലോഡ് വരുമ്പോഴേ കയറ്റാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, പതിവിന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ നമ്മുടെ ലോഡ് ഇതൊന്നും ഞങ്ങൾ കയറ്റിയതാ ഇന്നാളും. ഈ ലോഡല്ല, പെട്ടിപ്പല റബ്ബറിന്റെ പല ഞാൻ കേട്ടിട്ടില്ല ഈ ലോഡ്. ഇല്ല. അപ്പൊ ഞാൻ രാജേഷൂടെ പോയ ട്രിപ്പ് ഇതേപോലുള്ള ലോഡായിരുന്നു. എന്ന് വെച്ചാൽ ആണി അടിച്ച റബ്ബർ പലക, ആണി അടിച്ചെന്ന് ഓരോ പെട്ടി ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു ഇങ്ങനെ അടിക്കടിക്ക് വെക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ബോക്സ് ആയിട്ടല്ല, ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതാണ് നമ്മുടെ ലോഡ്. പോകുന്നതും നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പോകുന്നത് ബോംബെക്ക്. മുംബൈയിലേക്ക്. മുംബൈയില് ഔട്ടറാണ്. ബോംബെ സിറ്റിയിൽ നമ്മുടെ വണ്ടി കയറി പോകാൻ പറ്റില്ല. 8 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വണ്ടി ബോംബെ സിറ്റി കയറാൻ പറ്റില്ല. അപ്പൊ സിറ്റി അല്ല, ഔട്ടർ ലോഡാണ്. ബി വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. അതെ, അത് തന്നെയല്ല നമ്മുടെ
ഞങ്ങൾ ആദ്യമായിട്ട് ലോറിയിൽ വരുന്നതും ബോംബെക്ക് പോയത്. അതെ, ഫസ്റ്റ് ട്രിപ്പ് ബോംബെക്കാ പോയേക്കുന്നത് ലോറിയില്. പുതിയ ട്രാവൽ വ്ലോഗിന്റെ അപ്പനും മക്കളോടുള്ള ബോംബെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമുക്ക് പാല ബൈപ്പാസ് കയറണ്ട, അതിലെ ഭയങ്കര കയറ്റമിറക്കമാണ്. ലോഡുള്ളതുകൊണ്ട് നമുക്ക് നേരെ ടൗണിൽ കൂടെ പോയേക്കാം. നേരെ അങ്ങ് പോട്ടെ. നോ എൻട്രി ഒന്നും ഇല്ലല്ലോ അല്ലേ? നോ എൻട്രി ഒന്നുമില്ല ഇവിടെ, നോ എൻട്രി ഇല്ല. ഇപ്രാവശ്യം അധികം ബാഗ് ഒന്നും ഇല്ലല്ലോ, നമ്മുടെ ഡ്രസ്സ് കുറച്ചേ ഉള്ളല്ലോ. അത് വേറൊന്നല്ല, അമ്മ എല്ലാം കുറെ കാര്യങ്ങൾ ആവശ്യമുള്ളതെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോ അറിയാം ആവശ്യമുള്ളതൊക്കെ ഉണ്ടോ. ഇനി എവിടെയെങ്കിലും ചെന്ന് ആവശ്യം നോക്കുമ്പോ അതുപോലെ തന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോന്നും എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. അറിയത്തില്ല കേട്ടോ. മസാലയും പൊടികളൊക്കെ ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. കുക്ക് ചെയ്യാൻ നേരം അറിയാം എന്നൊക്കെ കാണുമെന്ന്, നീ എന്തൊക്കെ എടുക്കാത്തതുണ്ടെന്നൊക്കെ. പിന്നെ ഈ ട്രിപ്പ് വലിയ ട്രിപ്പൊന്നും അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് പിന്നെ അതെ, അതുകൊണ്ട് പിന്നെ അധികം സാധനങ്ങളുടെ ആവശ്യമില്ല. തുഷാരം തേക്കടി കുമളി, എറണാകുളത്തുനിന്ന് കുമളി പോകുന്ന ബസ്സാണ്. കുറേ കാലമായിട്ട് നിന്നിരിക്കുകയായിരുന്നു. മറ്റേ 140 കിലോമീറ്റർ ഉള്ള പ്രൈവറ്റ് ബസ്സുകളുടെ എല്ലാം പെർമിറ്റ് റദ്ദ് ചെയ്തില്ലേ, ഇപ്പോൾ പുതിയതായിട്ട് ഓടാൻ തുടങ്ങിയതാണ്. പ്രൈവറ്റ് ബസ്സുകൾ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ കുറേ ബസ്സുകളുടെ പെർമിറ്റ് എല്ലാം പോയി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആണ്ടേ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം, അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകളിലൊന്നും ആളില്ല. പ്രൈവറ്റ് ബസ് വ്യവസായം വളരെ പ്രതിസന്ധിയിലാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലോറി ഫീൽഡും. അപ്പം നമുക്ക് നേരെ തൊടുപുഴയാണ് പോകണ്ടേ. ഈ ബസ് സ്റ്റാൻഡൊക്കെ നല്ല അല്ലേ? ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡല്ല, ബസ് സ്റ്റോപ്പ് നല്ല. നേരെ പോട്ടെ, റൈറ്റിലേക്ക് പോയാൽ പൊൻകുന്നം. ടൗണിലും വലിയ തിരക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ചപ്പോ സ്കൂൾ ടൈം ഒക്കെ ആണ്ട് ഭയങ്കര തിരക്കായിരിക്കും. വലിയ തിരക്കില്ല. ഡീസലിന് വില കൂടിയത് കൊണ്ടും ഒക്കെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് വഴിയല്ല എപ്പോഴും കാലിയായി. ഡയലറ്റല്ല, ഒരിടത്തും വലിയ തിരക്കൊന്നുമില്ല. സാമ്പത്തിക മാന്ദ്യം ഉണ്ട്. അതിലെ വേണേലും അങ്ങ് ബൈപ്പാസിലേക്ക് കയറായിരുന്നു. നമുക്ക് ഇതിലെ അങ്ങ് KSRTC അതിലെ ചെന്നാൽ കയറാം. ഇവിടുന്ന് നമ്മളെ ഇടത്തേക്ക് വലത്തോട്ട് പോയാൽ ഈരാറ്റുപേട്ട. കുപ്പിവള കിലുങ്ങുന്ന് ഈർ മാറുമ്പോ അതെ, നമ്മള് ബൈപ്പാസ് വന്ന് കയറി ഇവിടുന്ന് റൈറ്റിലേക്ക്. നമ്മള് ലോണാവാല വഴിയല്ലേ പോന്നേ? വേണമെങ്കിൽ ഗോവ വഴി പോവാണെങ്കിൽ ലോണാവാല ചെല്ലുകയില്ല. ലോണാവാല വഴി പോയാലോ? പൂന വഴി പോണം. ലോണാവാല നമുക്ക് ലോണാവാല കൂടി പോകണമെങ്കിൽ ഇപ്പം പിന്നെ വേണേ ഗോവ വഴിയും പോവാം, പൂന വഴി വേണേലും പോവാം. പൂന വഴി പോവാൻ നമ്മൾ ആദ്യമായിട്ട് ലോണാവാലയ്ക്ക് പോയത് ജോഗ് ഫോൾസ് ഇല്ലേ, അതുപോലെ തന്നെ അതൊക്കെ കാണാൻ പോയത് അന്നത്തെ ബോംബെ ട്രിപ്പിലാ. നമ്മള് ബോംബെക്ക് ഇവിടുന്ന് വണ്ടിക്ക് പോയിട്ട് പകുതി വഴിക്ക് ഇറങ്ങി ബസ്സിനൊക്കെ കയറി പോയി ഓർക്കുന്നില്ലേ? ശരിയാ ശരിയാ. അന്ന് ആദ്യമായിട്ടാ ഗണേശ ചതുർത്ഥി കാണുന്നു. അതിന് മുന്നേ കണ്ടിട്ടില്ല. നമ്മള് മറ്റേ പൂനെ വെച്ച് നമ്മള് ബസ്സിലിരിക്കുക, അപ്പൊ അവരിങ്ങനെ ഭയങ്കര ആഘോഷമായിട്ട് വരുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ആഘോഷമായിട്ടുണ്ട്, ആഘോഷിക്കുന്നുണ്ട് ഇപ്പൊ. അവിടെ ഉള്ള അത്ര ഇല്ല, അവിടെ ഉള്ള അത്ര ഇല്ല. അവിടെ നല്ല വലിയ പരിപാടി. നമ്മള് ജാഥ നയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇടയുണ്ടല്ലോ, വീതി ഉള്ളതുകൊണ്ട് അതിലേ കയറിപ്പോക്കുള്ളൂ എല്ലാരും. അപ്പൊ ഈ ട്രിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ് കുക്കിംഗ്. അപ്പൊ എന്താണ് പൊന്നുന്റെ കുക്കിംഗ് പ്ലാൻസ്? എനിക്ക് ഒരു പ്ലാൻസും ഇല്ലേ. ഞാൻ അടുക്കള സാധനം എടുത്തു വെക്കുമ്പോ ഞാൻ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. അല്ല, എന്തൊക്കെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളോട് രാവിലെ ചോദിച്ചാൽ മതി ഇന്ന് എന്താ വേണ്ടത്. അപ്പൊ ഞങ്ങള് പറയാം. അതെ. അല്ല, എന്നോട് അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചോദിക്കണ്ട, താൻ തനിക്ക് ഇഷ്ടമുള്ള വെച്ചോന്ന്. അങ്ങനെ എന്നോട് ആദ്യമേ പറഞ്ഞു. അതൊക്കെ എപ്പോഴും ചിലപ്പോ പറ്റിയല്ലോ, ഒരു നേരമൊക്കെ ഞങ്ങൾ ചിലപ്പോ സഹിച്ചെന്ന് വരും. ഇവള് മിക്കവാറും ബ്രെഡ് മേടിച്ച ബ്രെഡ് ടോസ്റ്റ് എന്നെ ഉണ്ടാക്കി തരും, ബ്രെഡ് ഓംലെറ്റും ഒക്കെ. അതെ, ഇന്ന് ബ്രെഡ് ടോസ്റ്റ്. എനിക്ക് എളുപ്പമുണ്ടല്ലോ, അധികം പാത്രം കഴുകണ്ട, അധികം പാത്രം എടുക്കണ്ട. അങ്ങനല്ല, വീട്ടിലത്തെ പോലെ തന്നെ. അതെ, അതൊക്കെ അമ്മ ഞങ്ങളെ നല്ല സുഖമായിട്ട് കൊണ്ടു നടക്കുന്ന ഹോംലി ഫുഡ് വേണം. ഹോംലി ഫുഡൊക്കെ അമ്മ വരുമ്പോൾ. നമ്മളെ മൂവാറ്റുപുഴ വഴി പോകുന്നതിനേക്കാളും വഴി കൊള്ളായത്. അത് നല്ല വളവും തിരുവല്ലേ ആ വഴിക്ക്. ഇവിടെ ഒരുവിധം ലെവൽ റോഡാണ്. താഴോട്ടൊരു ഇറക്കം വളവൊക്കെ ഉണ്ട്, എങ്കിലും അത്രയില്ല. പക്ഷെ ദൂരം വെച്ചിട്ട് കൂടുതല ഇതിലെ പോകുമ്പോ. നല്ല അടിപൊളി റോഡാ പാലാ തൊടുപുഴ റോഡ്. ഇത് എനിക്കൊന്നൊരു 10 വർഷം 10, 12, 15 വർഷമായി കാണും ഈ റോഡ് പണിതിട്ട്. പക്ഷെ ഒന്നും പോയിട്ടൊന്നുമില്ല, അതേപോലെ നല്ല പോലെ തന്നെ കിടക്കും. ഈ വഴി വരുമ്പോ ഇവിടെ ഈ ഒരു കയറ്റമുണ്ട്, അപ്പുറം നല്ലൊരു ഇറക്കമുണ്ട്, അതേ ഉള്ളൂ. ബാക്കി മൊത്തം ലെവൽ റോഡാണ്.
ഈ കയറ്റാർക്കൊക്കെ ലോറിയും കൊണ്ട് വരുമ്പോഴേ മനസ്സിലാവാറുള്ളൂ. കാറും കൊണ്ട് പോവാണെങ്കിൽ പറന്നങ്ങ് പോവും. ആ നമ്മുടെ ഒരു വഴിയോര വിശ്രമ കേന്ദ്രമാണിത്. രാമപുരം ഗ്രാമപഞ്ചായത്ത്. കണ്ടോ, കാട് കയറി നശിച്ച് കിടക്കുന്നു. കണ്ടോ, ഇവിടെ ഇങ്ങനെ ആ മലയിൽ ഒഴുകി വരുന്ന വെള്ളമുണ്ട്. ലോറിക്കാരൊക്കെ ഇത് ഇവിടെ വന്ന് കുളിക്കുന്നു. സ്ഥലമുണ്ട് വണ്ടി നിർത്താൻ. ആ, വണ്ടി ഒതുക്കാൻ നല്ല ഇടമുണ്ട് ഇഷ്ടംപോലെ. ടിപ്പറുകാർ പിന്നെ ഇപ്പം ഈ ടൈം സ്കൂൾ ടൈം ആയതുകൊണ്ടോ ഒതുക്കിയേക്കുന്നത്. വെൽക്കം ടു ഇടുക്കി ഡിസ്ട്രിക്ട്. അതെ പിള്ളേർ. ആ ഹായ്. എവിടെ വീട്? എവിടെ ഇവിടെയായിരുന്നു? ആ ശരി, സ്കൂളിൽ പോയി ചോന്ന് നിൽക്കായിരുന്നു അല്ലേ? പേരെന്താ? ആ ആ ഇല്ലേ? ആരാ? ആ ആ ആ ഞങ്ങള് ബോംബെക്ക്. ആ എന്നാ പേരെന്നെ? ദിയ. മോനോ? ധ്യാൻ. ആ എത്രല്ല പഠിക്കുന്നേ? ആ 3-ല്. ആ അപ്പൊ ഇതിലേ പോണോ വീട്ടിലേക്ക്? ആ ശരി. അതെ. മറ്റേ ചേച്ചി ഇല്ല, ഞങ്ങള് മാത്രമേ ഞങ്ങൾ ബോംബെക്ക്. ആ ഇതാ ഒരു ചേച്ചിയുടെ വന്നു. മോടെ വരുന്നേ? ദേവനന്ദ. കൂട്ടുകാരാണോ? ആ അപ്പൊ പൊക്കോട്ടെ. ചട്ടാ. ഓക്കെ ഓക്കെ. ആ ഈ വഴി വരുമ്പം ഇതാ നല്ലൊരു ഇറക്കം. അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കം, ഇങ്ങോട്ട് വരുമ്പോൾ കയറ്റം. ആ വളവ് നല്ല ഒരു നല്ലൊരു വളവാ. നല്ല വളവെന്ന് പറഞ്ഞാൽ അപകടമുള്ള വളവാ. അപകട സാധ്യതയുള്ള ഒത്തിരി വണ്ടികളൊക്കെ ഇവിടെ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ പിന്നെ ഒത്തിരി ഇതൊക്കെ വീതിയൊക്കെ കൂട്ടി. താഴെ ഒരു വളവും കൂടെ ഉണ്ട് അതുപോലെ തന്നെ. തമിഴിലും തെലുങ്കിലും ഒക്കെ എഴുതിച്ചിട്ടുണ്ട് പതുക്കാരൻ. എന്താന്നറിയോ, ശബരിമല സീസണിൽ വണ്ടികളെല്ലാം ഈ വഴിക്കാ വരുന്നത്. അങ്ങനെ ഈ വഴി അറിയത്തില്ലാത്തവർ വന്നിട്ടേ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ ഇതുപോലെ ഒരു ഇറക്കം. നല്ല വഴിക്ക് വന്നിട്ടേ, നല്ല വഴിയല്ലായിരുന്നോ? ആ വഴി വന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു വളവോ ഇറക്കം ഉണ്ടെന്ന് ഓർക്കുകയില്ല. നമ്മൾ ആദ്യം ഇറങ്ങിയ ആ വളവിനെക്കാട്ടിലും അപകടമുള്ള വളവ് ഇതാ. പക്ഷെ ഇപ്പം നല്ല വീതിയൊക്കെ ആക്കി നല്ല പോലെ ആക്കി. താഴേന്ന് കയറി വരുന്ന വണ്ടി വാലിമുട്ടി ഇവിടെ നിൽക്കുകയും ചെയ്യും ചിലപ്പോൾ ചില സമയങ്ങളിൽ. അപ്പൊ പിന്നെ അത് ഇച്ചിരി നല്ലപോലെ സ്ലോപ്പ് ആക്കി, നല്ല വീതിയൊക്കെ കൂട്ടി നല്ല പോലെ ആക്കി. കണ്ടോ, നല്ല വീതിയല്ലേ? ഇഷ്ടം പോലെ വീതിയാ. അടുത്ത എസ് പോലുള്ള വളവാ അത്. പക്ഷെ വീതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയൊരു ഗാർഡ് സെഷൻ കഴിഞ്ഞെന്ന്. അതെ, ഇപ്പൊ നിരപ്പുഴയേ ഉള്ളൂ. വളരെ ചെറുത്. വളരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല. നല്ല കയറ്റം. അങ്ങോട്ട് പോകുമ്പോൾ നല്ല കയറ്റം. അത് ശരിയാ, നമ്മൾ കയറി വന്ന കുഞ്ഞു കയറ്റല്ലേ. അങ്ങോട്ട് പോകുമ്പോ ഇവിടെ നല്ല കുത്തുകയറ്റാ. ലോറി ലോഡും കൊണ്ട് പോകുമ്പോ കാറിനൊന്നും അത്ര ഒരു ഇത് വലിയല്ല. അപ്പൊ നമ്മള് കോട്ടയം ജില്ല കഴിഞ്ഞ് ഇടുക്കി ജില്ല കയറി. അപ്പൊ ഇനി പിന്നെ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് ചെല്ലണമല്ലോ. നമ്മള് മംഗലാപുരം വഴിയല്ലേ പോന്നേ. ഈ കരിങ്കുന്നം വഴി വരുമ്പോഴല്ലാവേ ഇവിടെ പണ്ട് ലോറി ഉണ്ടായിരുന്നു, ഒരു ജോസിയാടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാഴ്ചയൊക്കെ ഇങ്ങനെ ലോറി ഫീൽഡിൽ വന്നപ്പോഴേ പൂനെയിലൊക്കെ പോയി ലോഡർ കേച്ചൊക്കെ ഇറക്കുമ്പോൾ അവിടെ വെച്ചൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. ടിൻഡു മോൾ എന്നും പറഞ്ഞ ലോറി ഉണ്ടായിരുന്നേ. പുള്ളിയുടെ കാര്യം എപ്പോഴും ഓർക്കും. പുള്ളി മരിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നാളെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആളെ എന്തോ വയ്യാഴിക വന്ന് മരിച്ചു പോയെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്കേ അമ്മേനെ കൂടെ കണ്ടിട്ട് പോവാം. അമ്മക്ക് എന്തായാലും 3 പേരെയും കൂടെ വിടാനൊരു ടെൻഷൻ ഉള്ളല്ലേ? ഒരു ടെൻഷനും ഇല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. ചെന്ന് ടെൻഷനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നാ ടെൻഷനാ? ഇപ്പൊ ഒരു ടെൻഷനും ഇല്ല, ചുമ്മാ ഇരിക്കുകയാണ്. റെസ്റ്റ്. ക്ഷീണമാകൊണ്ട് ഭയങ്കര നേരം ഉറക്കം വിളിച്ചു കഴിഞ്ഞാ അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് നല്ലപോലെ ഉറങ്ങട്ടെ. വീട്ടിലിരുന്ന ഇതൊന്നും നടക്കുകയല്ല, അതുകൊണ്ട് ഇവിടെ കൊണ്ട് കേട്ടിയത്. വീട്ടിൽ നിന്നാലും പറ്റും, പക്ഷെ അമ്മ അടങ്ങിയിരിക്കുകയല്ല. അതാണ്. അത് ഈ വണ്ടിയിലൊക്കെ പോയിട്ട് വന്നാലും ഞാൻ പറയാം 6 മണിക്കോ 6:30 അലാറം വെച്ച് രാവിലെ വെക്കുക. എന്നാ ഒരു ദിവസമെങ്കിലും നല്ലപോലെ കൂടുതൽ കിടന്നുറങ്ങാൻ നോക്കിയാല.
അതിലേറ്റവും രസം എന്താന്ന് പറയാം, നമ്മളിങ്ങനെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് അടുത്ത് വരുമ്പോ ഓക്കെ നീ സാധനമൊക്കെ നാളെ എടുത്ത് വെക്കാം അവിടെ ഇരിക്കട്ടെ എന്ന് നോക്കും. പക്ഷേ ചിലർ ഫോർ എക്സാമ്പിൾ അമ്മ തന്നെ പറയാൻ പറ്റില്ല, അച്ഛൻ അപ്പൊ വണ്ടി എടുക്കാൻ പോകും, സാധനം എല്ലാം എടുത്ത് അടുക്കി പെറുക്കാൻ പോകും. അതാണ് അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് പിന്നെ ലേറ്റ് ആയല്ലോ കിടക്കാൻ. ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. കൂടി വന്നാൽ ഒരു 10 മിനിറ്റ് കൂടെ പോകും, അത്രേ ഉള്ളൂ. 10 മണിക്കൂർ ചെയ്യുന്ന പണി അടുക്കം ചിട്ടയായിട്ടും. അത് പിറ്റേന്ന് രാവിലെ എണ്ണീറ്റിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് രാവിലെ എണീക്കുക, സാധനങ്ങളൊക്കെ വൃത്തിയാക്കാൻ എടുത്തോണ്ട് പോവാ. അതിന്റെ ആവശ്യമില്ല, അന്നേരം തന്നെ ചെയ്ത് വെക്കാമല്ലോ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. അല്ലെന്നാരും പറഞ്ഞില്ല അല്ലേ? അതെ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരുന്നവരും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. അത് നമ്മള് ഉദ്ദേശിച്ചിട്ടാ. നമ്മളല്ല പിന്നെ നമ്മളെ അല്ലല്ലോ, ഞാനൊരു വർഷമായിട്ട് വേറെ കൂടെ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സിംഗുലർ ഉപയോഗിച്ചാ മതി, പ്ലൂറല് വേണ്ട. ഞാൻ പ്ലൂറല് ഉപയോഗിക്കുള്ളൂ. നമ്മൾ അപ്പൊ കുറച്ച് ഹോസ്പിറ്റലിലോട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, കുറച്ച് ദിവസമായില്ലേ ഇവിടെ കൊണ്ട് വിട്ടിട്ട്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ട്രീറ്റ്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അല്ല കുഴപ്പമില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്ങനെയുണ്ട് എന്നെ കണ്ടിട്ട്? എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമില്ല. നിങ്ങളിത് എവിടെ പോയത് ഈ കോലത്തില്? അത് ഞങ്ങളൊന്ന് ഒരുങ്ങി ഇറങ്ങിയതാ. അടിപൊളിയായിട്ടുണ്ട്. കമ്പനിക്കാരൊക്കെ ഒരുപാടുണ്ട്. അതെ, കമ്പനിക്കാരൊക്കെ ഒരുപാടുണ്ട്. കണ്ടല്ലേ, ഞങ്ങളിങ്ങനെ കമ്പനി കൂടി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാവരും ഇതേ ചേച്ചിയുടെ വീട് കോതമംഗലത്ത്, പിന്നെ ആൻറ്റിയുടെ വീട് സിംഗപ്പൂര്. ഇത് ഡൽഹിയിൽ നിന്ന് വന്ന ആളാണ്, മലയാളി കേട്ടോ. ആൻറ്റി തമിഴാണ് പറയുന്നത്. പിന്നെ ചേച്ചിയുടെ വീട് കിടങ്ങൂര്, ബീന എന്ന പേര്. ഇതറിയാലോ, ഇത് എൻ്റെ പരിചയമുണ്ട്. ഇത് പിന്നെ ഇത് ഈ ആൻറ്റിയുടെ ഹസ്ബൻഡാണ്. പേരെന്നായിരുന്നു? തന. നൈസ് നെയിം അല്ലേ? അടിപൊളി നെയിമാണ്. നടുവേനയൊക്കെ മാറിയില്ല അല്ലേ? മാറി, റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇവര് പോയിട്ട് വരുമ്പോഴത്തേനും പോവാം. അടുത്ത ട്രിപ്പ് റെഡി ആയിട്ടിരിക്കണം. പോയേക്കാതെ. അതെ, അല്ല അടുത്ത ട്രിപ്പ് ഞങ്ങൾ പോയിട്ട് അന്നേരത്തിന് ഒരു ട്രിപ്പ് കൂടെ റെസ്റ്റ് എടുത്തു. ഒന്നുകൂടെ റെസ്റ്റ് എടുക്കണം. വേണ്ടി വരും. എന്റെ റെസ്റ്റ് തീരണേ കുറച്ച് ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. അച്ഛനും മക്കളോടുള്ള ഒരു വെറൈറ്റി ട്രിപ്പ് ആയിരിക്കണം. കറക്റ്റ് സമയത്തിന് ഫുഡും മരുന്നും ഒക്കെ കൊടുത്തേക്കണം. കൊടുക്കുന്നുണ്ട്, എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബോയ് ഫ്രണ്ട് ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഇങ്ങനെ അറിയുന്നു, നോക്കും നല്ല രീതിയിൽ. അതൊന്നുമല്ല കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ സമയമല്ല, സന്ധ്യ. പിന്നെ ഞാൻ നിങ്ങൾ പോകുമ്പോൾ ഞാനും കൂടെ വരണ്ടായിരുന്നു. അത് പറ്റി ചോദിക്കണ്ടായിരുന്നു. എന്റെ കുഴപ്പമാണ്, നിങ്ങൾ റൊമാൻറ്റിക് അല്ലാത്ത എന്റെ കുഴപ്പമാണ്. അമ്മായി എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ? എനിക്ക് കുറവുണ്ട്. അപ്പം ശരിയായിക്കോളും. എന്നിട്ട് നല്ലോണം റെസ്റ്റ് എടുക്ക്. ഉച്ചയ്ക്ക് വന്ന് ഓൾറെഡി ഇറങ്ങിയപ്പോ യാത്ര പറഞ്ഞ, അപ്പൊ ഇനി പ്രത്യേകിച്ച് യാത്ര പറയണ്ടല്ലോ. രാത്രി യാത്രയില്ല. അതെ, സന്ധ്യയായി. പിന്നെ ശരി, എന്നാ ഞാൻ പതുക്കെ വീട്ടിലോട്ട് പോയേക്കാം. ഒക്കെ റെസ്റ്റ് അല്ലേ പറയണ്ട, ഞാൻ പറഞ്ഞു എനിക്ക് റെസ്റ്റാ. നടന്നാ ഞങ്ങള് പോയിട്ട് വരാം. വീണ്ടും വണക്കം. അപ്പൊ ചേച്ചി നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആണ്. ചേച്ചിയുടെ കട ഇത് ഇവിടെ തൊട്ടപ്പുറത്താ. എന്റെ പേര് അനിഷ. അപ്പൊ കൊറേ നേരമായിട്ട് വണ്ടി കിടക്കുന്നതുകൊണ്ട് ചേച്ചി നോക്കായിരുന്നു നമ്മളെപ്പം വരുമെന്ന് നോക്കിയിരുന്നു. അമ്മയ്ക്ക് ചെറിയ സങ്കടം, കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു. അതെ, അത് നിങ്ങളെ അന്ന് രാജസ്ഥാനി വിട്ടിട്ട് പോന്നില്ലേ, അന്ന് അതുപോലെ ആയിരുന്നു, ചെറിയൊരു വിഷമമായിരുന്നു. അപ്പം നമ്മൾ തൊടുപുഴ ബൈപ്പാസിൽ കൂടെ വന്ന് മൂവാറ്റുപുഴ റോഡിലേക്ക് കയറുക. അപ്പം നമ്മളിനി നേരെ വാഴക്കുളം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കാലടി, അങ്കമാലി, തൃശ്ശൂർ വഴി പോയേക്കാം അല്ലേ? അല്ലെങ്കിൽ പിന്നെ കൊടുങ്ങല്ലൂർ വഴി വേണേലും പോവാം, തൃശ്ശൂർ വഴി പോയേക്കാം. രാത്രിയിൽ അങ്ങനെ ഓടി തരും. രാത്രിയിൽ നിന്ന് ഓടിക്കുകയാണെങ്കിൽ ഓടും. രാവിലെ വല്ല കണ്ണൂർ, കാസർഗോഡൊക്കെ എത്തും. രണ്ടുപേരോടെ ആഞ്ഞു ശ്രമിച്ചാൽ രാത്രി ഓടി തീർക്കാമെങ്കിൽ ഓടി തീർക്കാം. അങ്ങനെ ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് പോവാം. അല്ലാതെ ഉറക്കം വരുമ്പോ എവിടെയെങ്കിലും നിർത്തുക, കിടന്നുറങ്ങുക, അങ്ങനെ അങ്ങ് പോവാം.
നമ്മള് ഓർക്കണം ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല. അതെ, നമ്മളുടെയും മറ്റുള്ളവരുടെയും ജീവന് ആപത്താണ്. അതുകൊണ്ട് നമ്മൾ ഉറക്കം വരുമ്പോൾ വണ്ടി ഒതുക്കുന്നു, കിടന്നുറങ്ങുന്നു, ഉറക്കക്ഷീണം മാറുമ്പോൾ കേൾക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് വാഴക്കുളം. വാഴക്കുളം എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ സിറ്റിയാണ്. ഇവിടുന്ന് പൈനാപ്പിൾ ലോഡ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട്. പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ ശ്രീനഗറിൽ ലോഡ് ഇറക്കി പൈനാപ്പിൾ ഇറക്കിയിട്ട് അവിടുന്ന് അവരുടെ ലോക്കൽ വണ്ടിക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ. ഇപ്പോൾ കുറേ കാലമായിട്ടില്ല. കണ്ടോ, ഇതൊക്കെ പൈനാപ്പിൾ കയറ്റി പോകുന്നത്. അതൊക്കെ വല്ല ബോംബെയോ ഗുജറാത്തോ വല്ലതും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വന്ന് MC റോഡിൽ കയറി ലെഫ്റ്റിലേക്ക് പോയ കോട്ടയം. ഇവിടെയല്ല ഇഷ്ടംപോലെ മരങ്ങളുണ്ടായിരുന്നു. വഴിക്ക് വീതി കൂട്ടിയപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞു. അതെ, നല്ല രസമായിരുന്നു മരം ഉള്ളപ്പം. നെഹ്റു പാർക്ക് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റിലേക്ക് കോതമംഗലം. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ മൂന്നാർ കുറച്ചേ ഉള്ളൂ കേട്ടോ. മൂന്നാർ പോകുന്നൊക്കെ വലത്തേക്കാണ്. അപ്പോൾ നമുക്കെന്നാൽ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മുടെ തോക്കുമാരൻ്റെ വണ്ടിയുടെ അടുത്ത് പോയിട്ട് പോവാം. പണിയൊക്കെ എന്നായെന്നൊക്കെ നോക്കാം. അപ്പോഴേ പെയിൻറ്റിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പെയിൻറ്റിങ് തുടങ്ങിയില്ല, പുട്ടിയൊക്കെ ഇട്ട് പേസ്റ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ. പിന്നെ അകത്തെ സീലിംഗ് വർക്കും തീരാനുണ്ട്. പിന്നെ കുറച്ചുകൂടെയൊക്കെ പരിപാടികളുണ്ട്. ബാക്കി മെയിനായിട്ടുള്ള പരിപാടികളെല്ലാം തീർന്നു. നാൾ പറഞ്ഞ പോലെ തന്നെ ഇനിയും തീരാനാണ് സമയം എടുക്കുന്നത്. ചില്ലറപ്പണി ഒരുപാടുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ പോയിച്ച് വരുമ്പോഴത്തേനും കുറേ കൂടെയൊക്കെ പണികൾ തീരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആയാലും മൊത്തം നൈറ്റ് ഡ്യൂട്ടിക്കാരി കിടന്നുറങ്ങി. അപ്പോൾ ഇനി നമുക്ക് നേരെ വിട്ടേക്കാം. നേരെ മുംബൈ, മംഗലാപുരം വഴി മുംബൈ. കിളി എപ്പോഴേ താക്കോലൊക്കെ എടുത്ത് ടാങ്ക് തുറന്നു കൊടുക്കുക. അറിയാവോ ടാങ്ക്? ക്യാമറമാനാണ് എന്ന് പറഞ്ഞിട്ടല്ല, ടാങ്ക് തുറക്കാൻ അറിയാവോ? അറിയാം. ടാങ്ക് തുറക്കാൻ ഇച്ചിരി പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ച് പെർഫെക്ഷൻ ഇല്ല, അതേ പ്രശ്നമുള്ളൂ. പക്ഷെ തുറക്കാനൊക്കെ അറിയാം. താക്കോലെന്തി ഇതാണോ? ഈ മറ്റേ പോലല്ല, ഈ ടാങ്ക് തുറക്കാൻ പഠിക്കണം. പിന്നെ പെണ്ണിന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാം. കാണിച്ചു തരാം. ഇങ്ങനെ ഇടുക താക്കോൽ, ഇങ്ങനെ തിരിക്കുക കേട്ടോ. അതായത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് തിരിക്കുക. ലോക്ക് എടുത്തു. ഇത് ഇത്രേ ഉള്ളൂ. ഞാൻ അടയ്ക്കാനും അതുപോലെ തന്നെ പഠിക്കണം. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരുള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ തുറന്നു കൊടുക്കണം. ലോക്ക് ചെയ്യുന്നത് തന്നെ ലോക്ക് ചെയ്യുമോ? നോക്കാം, ട്രൈ ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഡീസൽ അടിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആ വെട്ട് കണ്ടോ? ആ വെട്ട് കറക്റ്റ് അതിനകത്ത് ഇട്ടിട്ട് തിരിക്കണം. അല്ലല്ല അങ്ങനല്ല. അത് നോക്കി വെച്ചെടുത്ത് വെച്ചേ. ഒന്നുകൂടെ നോക്കട്ടെ. ഞാൻ അടച്ച് കാണിക്കാന്നാ. നോക്കട്ടെ. അങ്ങനല്ല, വലത്തോട്ട്. അത് വീണ് കഴിയുമ്പോൾ അറിയാം തിരിക്കുന്നത്. പിന്നെ തിരിയുമ്പോൾ ടൈറ്റായോ? ഇല്ല, ഞാൻ നോക്കട്ടെ. പറഞ്ഞോന്ന് ഇല്ലെങ്കിൽ ടാങ്ക് അല്ല അടപ്പ് വഴി പോവും. കറക്റ്റാ. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഈ രണ്ട് ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ലോക്ക്. അത് ഇതുണ്ടോ, ഈ ടാങ്കിലൊരു വെട്ടുണ്ട്. അത് ഇങ്ങനെ എടുത്ത് കറക്റ്റ് വെക്കുക. താഴേക്ക് ഇങ്ങനെ അമക്കി പിടിച്ച് വലത്തോട്ടിട്ട് തിരിക്കുക. ഇതുണ്ടോ? അപ്പം എന്നിട്ട് താക്കോലയിൽ ഇത്രയും കൂടെ വലത്തോട്ടിട്ട് തിരിക്കണം. അപ്പോൾ ലോക്കായി. പിന്നെ ചുമ്മാ കറക്കി ഇതിങ്ങനെ കിടന്ന് ഇറങ്ങുള്ളൂ. പിന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കണം ലോക്കാകുമെന്ന്. ഇല്ലെങ്കിൽ അടപ്പ് വഴി പോകും. 13,000 രൂപ അതിൻ്റെ വില. വഴി പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ മേടിക്കണമെങ്കിൽ അത് മിക്കവാറും ഇങ്ങനെ പരിചയമില്ലാത്തവർ കൊണ്ടുപോയി ലോക്കാകാതെ പോയിട്ട് വഴി പോയിട്ടുണ്ട് അടപ്പ്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറഞ്ഞു തന്നെ. അപ്പോൾ അതുകൊണ്ട് ലോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കണം. എന്നിട്ട് ഇത് നോക്കണം. ഡീസലിനെ 102 രൂപ 54 പൈസ കൂടിയ വില ഭയങ്കര. പിന്നെ 8 രൂപ മിച്ചം കൂടി. 8 രൂപയ്ക്ക് മുകളിൽ കൂടി ഈയിടെ. മാഗിയിലും 8 രൂപ കൂടി കാണും. പക്ഷെ എന്നാലും മാഗിയിലൊരു ഇവിടുത്തെക്കാട്ടി 10 രൂപ കുറവായിരിക്കും. 10 രൂപയ്ക്ക് കൂടുതൽ വ്യത്യാസമുണ്ട്. മാഹിയിൽ ഒരു 91-92 ആയിരിക്കും. കറക്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല. നേരത്തെ 84 ചില്ലറയായിരുന്നു. മിക്കവാറും ഒരു 92 ആയി കാണും. 91 ചില്ലറയോ 92 ആയിരിക്കും. യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ടല്ലേ അവിടെ വില കുറവ്. യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ടാ മായി വില കുറവ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും ഇതിലും വിലയുണ്ട്. പക്ഷെ മാഹിയിലെ ഏറ്റവും വില കുറവ്. പിന്നെ അതിനാണോ? പിന്നെ ഹിമാചലിലും ഏറ്റവും വില കുറവാണ്. പക്ഷെ ഹിമാചൽ യൂണിയൻ ടെറിട്ടറി അല്ല. അപ്പൊ അവിടുത്തെ സ്റ്റേറ്റിന്റെ ടാക്സ് കുറവാ. അതുകൊണ്ടാ. അപ്പൊ അവിടെ ഇപ്പോഴും ഒരു 91-90 ഉണ്ടാവുള്ളൂ. വിറക് ലോഡാ കയറി തമിഴ്നാടിനായിരിക്കും. പെരുമ്പാവൂരായി. പെരുമ്പാവൂരൊക്കെ വണ്ടികളൊന്നും അധികം ലോഡ് കുറവാന്ന് തോന്നുന്നു. വണ്ടികളൊന്നും അധികം വഴി കാണുന്നില്ല. തിരക്കേ ഇല്ല. തിരക്കും കാണുന്നില്ല. അല്ലെങ്കിൽ രാത്രിയില് നല്ലൊരു തിരക്ക് കണ്ടതാ. നല്ല തിരക്കായിരുന്നില്ല. പിന്നെ ഈ സ്ഥലപ്പേരാണ് വല്ലം.
ആ നമ്പർ ഉണ്ടോ വണ്ടിയുടെ? 0066. നമ്മുടെ നമ്പർ തന്നെ. കാലടിയായി നമ്മൾ, കാലടി പാലമാണ്. പെരിയാർ നദിയാണ് ഒഴുകുന്നത്. കാലടി ജംഗ്ഷൻ ഇവിടുന്ന് വലത്തോട്ടാ മലയാറ്റൂര് പോകുന്നത് കേട്ടോ. ഈ റൈറ്റിലേക്കുള്ള വഴിയാണ് മലയാറ്റൂർ. നമ്മൾ നേരെ ഇപ്പം നമ്മൾ വന്നതേ അങ്കമാലിയിലെത്തി. അങ്കമാലി എത്തിയല്ലേ? ആ, NH 544 കയറാൻ പോകുന്നത്. ഇപ്പൊ MC റോഡ് ഇവിടെ കൊണ്ട് തീർന്നു. MC റോഡ് ശരിക്കും പറഞ്ഞാൽ ഇവിടം തൊട്ട് തിരുവനന്തപുരം വരെ. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കേശവദാസപുരം വരെ. അതായത് അങ്കമാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്തെ കേശവദാസപുരത്താണ് MC റോഡ് അവസാനിക്കുന്നത്. മെയിൻ സെൻട്രൽ റോഡ് അതാണ് MC റോഡ്. നമ്മള് കഴിഞ്ഞ ദിവസം അതുവഴിയല്ലേ വന്നത്. കേശവദാസപുരം ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അതാ കേട്ട് പരിചയം പേര് തോന്നിയത്. ഇവിടെ വന്നപ്പോഴാ കുറച്ച് വണ്ടികൾ കാണുന്നല്ലേ? അതെ. ഈ NH 544 എവിടെ വരെ ഉണ്ട്? ഇത് സേലം വരെ. എവിടുന്ന സ്റ്റാർട്ടിങ്? ഇടപ്പള്ളി സേലം. അതാണ് NH 544. പഴയ NH 47 ആയിരുന്നു. ഇപ്പൊ NH 544. അതെന്നാന്ന് ചോദിച്ചാൽ ഈ NH 47 ശരിക്കും കന്യാകുമാരി മുതൽ സേലം വരെയുള്ള ഹൈവേ ആയിരുന്നു. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പൊ അത് കട്ട് ചെയ്തിട്ട് ആ നമ്പർ മാറ്റിയിട്ട് എടപ്പള്ളിയിൽ നിന്ന് സേലം വരെ ആക്കി. NH 544 ആക്കി. 47 44 ആക്കി. എന്നിട്ട് NH 66 ഉണ്ടല്ലോ, അത് പനവേൽ ടു എടപ്പള്ളി ആയിരുന്നു. അതിപ്പം അത് NH 66 അല്ലായിരുന്നു, നേരത്തെ NH 17 ആയിരുന്നു. അതിപ്പോ NH 66 ആക്കിയിട്ട് അത് പനവേൽ തൊട്ട് കന്യാകുമാരി വരെ ആക്കി. മനസ്സിലായോ? അപ്പൊ ഈ എറണാകുളത്ത് നിന്നുള്ള അങ്ങോട്ടുള്ള ഭാഗം പഴയ 47 ഇപ്പം 66 ആയി. ഇവിടുന്ന് അങ്ങോട്ടുള്ള 544 ആയി. ഭയങ്കര കൺഫ്യൂസിങ്. എന്നാലും കുഴപ്പമില്ല, എവിടെയൊക്കെ എന്തൊക്കെയോ കത്തിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഈ 66 പന്ത് NH 17 ആയിരുന്നു, 544 NH 47 അതിപ്പം തിരിച്ചു മാറ്റി NH 66 ആയി. അത് പിന്നെ ഇവിടുന്നുള്ള അങ്ങോട്ട് മാറ്റി. കണ്ണൂർ കൊന്നക്കാട് എല്ലാം ലോങ് സർവീസ് ബസ്സുകളാണ്. KSRTC നൈറ്റ് സർവീസും എല്ലാം. പക്ഷേ ബസ്സുകൾ ഒരുപാട് കാണുന്നുണ്ട്, അതിനനുസരിച്ച് ലോറികളില്ല. ലോറികൾ വളരെ കുറവാണ്. പെട്ടെന്നൊരു മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യട്ടെ, ഇപ്പൊ മഴ പെയ്യുന്ന സമയമല്ല. നല്ല മഴയാ കേട്ടോ. ഇവിടെ എല്ലാം വഴിപണിയല്ലേ? ഫ്ലൈ ഓവർ പണിയുന്നതിൻ്റെ ഏകദേശം പണി തീരാറായെന്ന് തോന്നുന്നല്ലോ. ഇപ്പം നമ്മുടെ ഈ ട്രിപ്പിലെ ആദ്യത്തെ ടോളാണ് പാലിയേക്കര ടോൾ. ഐശ്വര്യമായിട്ട് പോട്ടെ. അതെ. ചായ വല്ലതും കുടിക്കുന്ന ചായ വേണോ? വേണം. അച്ഛക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കമൊന്നും വരുന്നൊന്നുമില്ല. എന്നാ വേണം കുടിക്കാം. വേണം ഒരു ചായ കുടിച്ചിട്ടങ്ങ് പോകാൻ പതുക്കെ. വണ്ടി നിർത്തണല്ലോ നോക്കട്ടെ. വണ്ടി നിർത്താനിടയിൽ ഇന്നത്തെ പോയേക്കാം. വെറുതെ സമയം കളയണ്ട. അതെ, ഇവിടുന്ന് നമുക്ക് തൃശ്ശൂർ കയറി പോവാം. അപ്പോൾ NH 544 നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം അതിലേ പോയാൽ എന്നാന്ന് വെച്ചാൽ ഒന്ന് ടോള് കൂടുതലാണ്, പിന്നെ കുറച്ച് ദൂരം കൂടുതലാണ്. ഇതിലേ വരുമ്പം കേരളത്തിൽ കൂടെ തന്നെ പിന്നെ അത് തന്നെയല്ല, മാഹിന്ന് ഡീസൽ അടിക്കാൻ വില കുറച്ച്. അപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ. രാത്രിക്ക് എന്ത് ഓട്ടോകളാണ് കിടക്കുന്നത് ഓടാൻ. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ വന്നേ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ബസ് കയറാനൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തൃശ്ശൂർ ടൗണിൽ കൂടെ കയറി ഔട്ടറിലേക്ക് ഇറങ്ങാം. ഈ വഴി കുറേ കാലമായിട്ട് ഭയങ്കര മോശമായിരുന്നു. ഏതൊക്കെയാലും ഇപ്പം ഇവിടെ വരെ പണി തീർന്നെന്ന് തോന്നുന്നു. ഒരു സൈഡ് കോൺക്രീറ്റ്, ഒരു സൈഡ് ടാറിങ്. അല്ല, ലണ്ടൻ കോൺക്രീറ്റാണ് രണ്ട് സൈഡ്. അല്ല, എത്ര കാലമായിട്ട് ഈ കുന്നംകുളത്ത് തൃശ്ശൂർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞാണ് കിടന്നിരുന്നത്. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം ചെറുതായിട്ട് വരുന്നുണ്ട്. അവിടെ കിടന്നോ, ഞാൻ കുറച്ചുകൂടെ ഓടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മുത്തിനെ വിളിക്കാം. ഓക്കെ, എന്നാ ഞാൻ പതുക്കെ കിടക്കാം. അതൊക്കെ ചാഞ്ഞോ? അതെ, കുറച്ച് നേരം ചായട്ടെ. എന്തെങ്കിലും ഉണ്ടേ വിളിച്ചാ മതി. കിളി സാധാരണ എന്താണെന്നറിയോ, കിളി ഉറങ്ങാൻ പാടില്ല. ഡ്രൈവർ എപ്പോ കിടക്കുന്നോ വണ്ടി നിർത്തിച്ച് കിടക്കുമ്പോഴേ കിളി പറയാം. പക്ഷെ ഇന്ന് കിളിക്ക് കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. എന്നാ ജോലി? ഞാൻ രാവിലെ 7:30 കഴിഞ്ഞപ്പോ എണീറ്റാണ്. ഇന്നലെ എപ്പോഴാ വന്നിട്ട് കിടന്നപ്പോ ലേറ്റ് ആയി. എന്നിട്ട് ഞാൻ രാവിലെ തൊട്ട് പാക്കിങ് ആര് ചെയ്യും? മെയിൻ ഡ്രൈവറിന്റെയും കോ ഡ്രൈവറിന്റെ ഒക്കെ പാക്കിങ് ഞാനാ ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് ചുമതല കൂടുതലുണ്ടായിരുന്നു. സൂര്യ ഉണ്ടായിരുന്നല്ലോ. ചിറ്റ ഉണ്ടായിരുന്നു. ചിറ്റ എല്ലാം കൂടാനൊക്കെ സഹായിച്ചു. അപ്പൊ അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഈയിടെയായിട്ട് ഉറക്കം കുറച്ച് കുറവല്ലായിരുന്നോ നമുക്ക്?
അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം എത്തി. ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറ്റിപ്പുറം എത്തിയപ്പോൾ നമ്മൾ വന്ന് NH66 കയറി. ഇനി നേരെ 66 വഴി അങ്ങ് പോയാൽ മതി. അപ്പോൾ സമയം 1:30 അപ്പം ഷിഫ്റ്റ് ചേഞ്ച് ആയി. അതെ, ഇനി നമുക്ക് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങിയേക്കാം. അതെ, നൈറ്റ് ഡ്യൂട്ടി ഇപ്പം നേരം വെളുക്കാറായല്ലോ. 1:30 ഇങ്ങനെ നേരം വെളുക്കാം. പിന്നെ അടുത്ത ദിവസമായില്ലേ. ആ ശരിയാ. അപ്പൊ നമ്മുടെ കിളി നേരത്തെ ചാഞ്ഞായിരുന്നു, ഉറങ്ങിയില്ല. അപ്പം ചെറുതായിട്ടൊന്ന് ഉണർന്നിട്ട് കിടക്കുക. ഇങ്ങോട്ടെല്ലാം പിന്നെ വഴി കുറെ പണി തീർന്നിട്ടുണ്ട്, കുറെ ദൂരം പണി തീർന്നിട്ടുണ്ട്. ഇനി കോഴിക്കോട് കഴിയുമ്പം കുറെ ഭാഗങ്ങളുള്ളൂ ഇനി പണി തീരാനുള്ള. വയനാട് 124, മൈസൂർ 233, ബാംഗ്ലൂർ 379. വഴി നല്ല ആയതുകൊണ്ട് വണ്ടി പെട്ടെന്ന് ഓടിയെത്തും. ആ അതെ, പണ്ടത്തെ വഴി വെച്ച് നമുക്ക് എന്ത് സമയം എടുക്കുമായിരുന്നു. പണ്ട് നല്ല സമയം എടുക്കും. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് പോരുമ്പം ഈ ഇവിടെ വന്ന് കോഴിക്കോട് അവിടെയൊക്കെ വന്നിട്ട് ബ്ലോക്ക് ആയിട്ട് വഴി നിർത്തി ഫുഡ് കുക്ക് ചെയ്തൊക്കെ രാത്രി പോയി. എന്നിട്ട് ആ ലൈലന്റ് വണ്ടിയെ കുക്ക് ചെയ്ത് വെളിയിലേക്ക് നോക്കിയാ നല്ല മഞ്ഞ്. കോടയുണ്ട്. മുംബൈ 1210 കിലോമീറ്റർ. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങാം. മാഹി എത്തുമ്പോ വിളിച്ചേക്കാം. മാഹിയിൽ എത്തുമ്പോ വിളിച്ചാൽ മതി, ഡീസൽ അടിക്കാൻ നേരം. വഴിയൊക്കെ അറിയാലോ അല്ലേ? വഴി പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, ബോർഡ് നോക്കി അങ്ങനെ പോയാ പോരെ. മതി, ഒറ്റ വഴി. പിന്നെ ഹൈവേ കയറിയില്ലോ, പിന്നെ നേരെ എവിടായി? മാഹി എടുക്കാറായി. വഴിയെല്ലാം കോഴിക്കോട് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ വഴി പണി തീർന്നിട്ടില്ലല്ലേ? ഉണ്ടായിരുന്നു. കൊഴപ്പില്ല. ഞാനൊരു ചായ വല്ലതും കുടിക്കാൻ, ഒരു കട്ടൻ വല്ലതും കുടിക്കാൻ നോക്ക് കട നോക്കിയിട്ട് ഒന്നും കണ്ടു. അതെ, പണി തീർന്നിടത്ത് നിർത്താൻ പറ്റിയല്ല കടയില്ല. ഇല്ല, പണി തീർന്നിടത്ത് നിർത്താനും പറ്റത്തില്ല, കടയില്ല. പണി നടക്കുന്നിടത്തും കടയില്ല. അതെ, എന്നാന്ന് വെച്ചാൽ വഴിയെല്ലാം വീതി കൂട്ടിക്കൊണ്ട് പഴയ കടകളെല്ലാം എടുത്തു പോയി. അതിന്റെ പ്രശ്നമുണ്ട്. വണ്ടി ഒതുക്കാനും ഇടയില്ല ഒരിടത്തും. വണ്ടി ഒതുക്കാൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ വണ്ടിക്കാർ ഈ നമ്മള് ഡൈവേർഷൻ വെച്ച് വിടുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഫ്രണ്ടില് കുറെ ആൾക്കാര് നിർത്തിയിട്ടുണ്ട്. കാരണം എന്തായാലും അവിടെ വരുമ്പോ വണ്ടി എല്ലാം സ്ലോ ആവും. അവിടെ കുറെ പേര് നിർത്തിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റ് ഏരിയ ഒന്നും ഇതിനിടയ്ക്കില്ല. ഇല്ല, പക്ഷെ കുറെ പണിയെല്ലാം തീർന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞും പണി തീരാനുള്ളൂ. മാഹി ബൈപ്പാസ്, ബൈപ്പാസിലെ ഇഷ്ടംപോലെ പമ്പുകളായി. അപ്പൊ നമ്മള് മാഹിയിലെത്തി ഡീസൽ അടിക്കുക. ഇവിടെ ഡീസലിന് 91 രൂപ 10 പൈസ. 15 രൂപ ചില്ലറ പൈസ കുറവുണ്ട്. നമ്മുടെ ഇവിടെ 103 രൂപ വെച്ചല്ലേ. ഇപ്പം ഡീസലൊക്കെ ഫുള്ളാക്കി. ഈ പമ്പിൽ ഇറങ്ങിപ്പോണെങ്കിൽ ഇനി റിവേഴ്സ് എടുത്ത് പോകണം. എല്ലാ പമ്പിലും ഇട കുറവാണ്, ചെറിയ പമ്പുകളല്ല. പോട്ടെ, ഇങ്ങോട്ട് ചേർന്ന് പോട്ടെ. നേരെ വഴിയെ ഭയങ്കര വീതിയില്ല, ഭയങ്കര കുത്തുകയറ്റവും കുത്തിറക്കവും. ഇത് ഈ ഹൈവേയിലെ സർവീസ് റോഡല്ല ഇങ്ങനെയാ. ഈ പമ്പിലാണ് ഇച്ചിരി നല്ലായിരുന്നു കേട്ടോ. അതാ കുത്ത് കയറ്റത്തല്ല ആ പമ്പ്. ഇത് ഇച്ചിരി ലെവലായിരുന്നു. ഇത് ഇച്ചിരി ഇടയുണ്ട്, വലിയ പമ്പ. വണ്ടിയൊക്കെ കുറവാ മാഹിയിലാണെ പോലും. ലോറികൾ കുറവാ വളരെ. തലശ്ശേരി കണ്ണൂർ വിമാനത്താവളം. ഇനിയിപ്പോൾ ബൈപ്പാസിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മാഹി ബൈപ്പാസ് എല്ലാം പണി തീർന്ന് കിടക്കുക. വണ്ടിക്കാരെ ഒതുക്കാനൊന്നും ഇടയില്ലാത്തോണ്ടേ അതും കിടന്ന് ഉറങ്ങുന്ന വെളുപ്പിന സമയല്ലേ. ഇനിയിപ്പോ അങ്ങോട്ടെല്ലാം പണി തീർന്നോ? ഇല്ലില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. കണ്ണൂർ സൈഡൊന്നും പണി തീർന്നിട്ടില്ല. തൃശ്ശൂർ തൊട്ട് കോഴിക്കോടിനുള്ള വഴിയും മൊത്തം പണി തീർന്നു. തൃശ്ശൂർ തൊട്ടല്ല, കുറ്റിപ്പുറം തൊട്ട് കോഴിക്കോട് വരെ വഴി നല്ല അടിപൊളിയായി. ലാസ്റ്റ് ഇതിലെ വന്നേ നമ്മള് നിലമ്പൂരിൽ നിന്ന് തേക്കുമായിട്ട് ഗുജറാത്തിന് പോയതാ. അതിനുശേഷം ഇപ്പഴാ വരുന്നത്. ഞാൻ എപ്പോഴും വന്നില്ല. ഇല്ല, ഞാനേ ഇതുവഴി വന്നിട്ടുണ്ടല്ലോ 1 വർഷത്തിൽ കൂടുതലായി. ആ സ്കോർപിയോ കൊണ്ട് അന്ന് വന്നതല്ലാണ്ട് ലോറിയ വന്നിട്ടില്ല. കാരണം ഞാൻ ഇതിന് മുന്നേ ഇപ്പൊ നമ്മള് നേപ്പാള് പോയി, അതിനിടയ്ക്ക് മേഘാലയ പോയി, പിന്നെ രാജസ്ഥാൻ ഹിമാചൽ നമ്മള് കാരവന പോയി, അരുണാചൽ ട്രിപ്പ് പോയി. ഇതൊന്നും ഇങ്ങോട്ടല്ല, എല്ലാം നോർത്ത് ഈസ്റ്റ്. അതിന് മുന്നേ ഒരു മേഘാലയ പോയി. അത് മൊത്തം നോർത്ത് ഈസ്റ്റ് സൈഡാ പോയേക്കുന്നത്. പക്ഷെ ഹിമാചലും നമ്മുടെ നേപ്പാളും ഒക്കെ പോയത് ഇതിലല്ലേ, അപ്പുറത്തെ വഴിക്ക് പോയി, കോയമ്പത്തൂർ വഴിയാ പോയത്. ഇതിവിടെ വഴിയല്ലല്ലോ. അച്ഛൻ എന്നാ കയറി കിടന്ന് ഉറങ്ങിക്കോ. ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നൊന്നുമില്ല. ഇല്ലേ?
ഒരു ചായ കിട്ടണമെന്നുണ്ടായിരുന്നു. അതിപ്പം ഡീസൽ അടിക്കാനൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങി കയറിയപ്പോ അതും പോയി. സമയേ 5:15 കാരണം എനിക്ക് 2-3 മണിക്കൂറുടെ കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പൊ നമ്മുടെ മുംബൈ ട്രിപ്പിന്റെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം.